ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ എല്ലാവരും ഒരു വലിയ പ്ലാനിങ് ആയിരുന്നു. അനുമോളെ തകർക്കണം. ഒരു ടീം അനുമോളുടെ പുറകെ ഇനി പോകൂല എന്ന് പറഞ്ഞ ആദിലേൻ്റെ ടീം ആദില ഷാനവാസിനെ സെറ്റ് ചെയ്യുന്നു അനുമോൾക്കെതിരെ കളിക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും വൈൽഡ് കാർഡ് എല്ലാം കൂടെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് നാളെ പണി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അനുമോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് ആ ലെറ്റർ എത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഓണവിഭവം തയ്യാറാക്കാൻ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ഒരേ ഒരു വ്യക്തി അനുമോൾ മാത്രമാണ്. എല്ലാവരും ഞെട്ടി. ആരും തന്നെ വന്നില്ല. അഭിലാഷും ഉണ്ടായിരുന്നു, അനീഷേട്ടനും മാത്രമുണ്ട്. എന്താ ഉണ്ടാക്കുന്ന അനുമോൾ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ അനുമോൾ പായസം അപ്പോഴേക്കും അനീഷിനോട് ചോദിക്കുന്നത്. അനീഷ് പറയുന്നുണ്ട് പായസം ഉണ്ടാക്കിയാൽ മതി, അനുമോൾക്ക് ഏതാ ഇഷ്ടം അത് ഉണ്ടാക്കിക്കോന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട് സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെയുള്ളവർ അതിനൊന്നുള്ള സമയം തരില്ല, സമ്മതിക്കുകയോ ഇല്ല എന്ന് പറയുന്നുണ്ട്. പായസം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് പറയുന്നുണ്ട് അന്ന് പായസം ഉണ്ടാക്കിക്കോ, ഏത് പായസം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷം വന്ന് ചോദിക്കുന്നുണ്ട് ഏത് പായസമാണ്. അനീഷ് പറയുന്നുണ്ട് അനുമോൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോന്ന്. എല്ലാവരും ഞെട്ടി കോരി തരിച്ച് നിൽക്കുകയാണ്. എല്ലാവർക്കും ഏകദേശം മനസ്സിലായി പുറത്ത് അനുമോൾ തന്നെയാണ് സ്റ്റാർ എന്ന് വീണ്ടും തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഹോട്ട്സ്റ്റാർ. അപ്പോൾ അനുമോൾ പ്രേക്ഷകർക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തതിന് 1000 നന്ദി, ഞാൻ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഭയങ്കര സന്തോഷത്തോടെ അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം അഭിലാഷും മസ്താനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവളെ ഇവിടെയുള്ളവർ തന്നെയാണ് സ്റ്റാർ ആക്കിയതെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. എല്ലാവരും ടാർഗറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ അവളെ കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തി അവളെ കരയിപ്പിച്ച് അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ പോയതുകൊണ്ടാണ്, നിങ്ങൾ ആരും അത് ചിന്തിച്ചില്ല, നിങ്ങൾ അങ്ങനെ പോയതുകൊണ്ടാണ് അവൾ അങ്ങനെ ആയത്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടമുള്ളത്. മലയാളികളുടെ ഒരു മോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആയതാണെന്ന് മസ്താനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനൊരു അവസരമില്ല. അവർ മലയാളികൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തത് തന്നെയാണ്. അവർ പിന്നെ അതിലൊരു മാറ്റവും വരത്തില്ല. പിന്നെ അവരുടെ മോളെ കാണാനും ആ മോളെ കരയിപ്പിക്കുന്ന അവരൊക്കെ മറ്റുള്ളവർക്ക് ദേഷ്യമായിട്ടായിരിക്കും പിന്നെ തോന്നുക. ആ ഒരു ഇതാണ് അനുമോൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് മസ്താനി അഭിലാഷിനോട് പറയുന്നുണ്ട്.